നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 23 ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്ന കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന 2027 ദേശീയ സെൻസസിൻ്റെ ഭാഗമായിട്ട് വീടുകളുടെ കണക്കെടുപ്പ് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് സ്വന്തമായിട്ട് വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്വയം എന്യൂമറേഷൻ ഫോമുകൾ, സെൽഫ് എന്യൂമറേഷൻ സൗകര്യമുണ്ട്. ഓൺലൈൻ വഴി വളരെ വേഗത്തിൽ നമുക്കിത് സമർപ്പിക്കാൻ സാധിക്കും. ഇതിനായിട്ട് censusindia.gov.in എന്ന വെബ്സൈറ്റിൽ കയറി നമ്മുടെ സംസ്ഥാനം സെലക്ട് ചെയ്യുക. തുടർന്ന് കുടുംബനാഥൻ്റെ പേര്, അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പർ, ക്യാപ്ച കോഡ് എന്നിവയൊക്കെ എൻ്റർ ചെയ്ത് നമ്മുടെ ഭാഷ തിരഞ്ഞെടുത്തതിന് ശേഷം കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഈ സെൻസസിൽ പങ്കാളികളാകാൻ സാധിക്കും. വിവരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂ കണ്ട് നൽകിയിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായിട്ട് ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ എച്ചിൽ തുടങ്ങുന്ന ഒരു 11 അക്ക കോഡ് നമ്പർ നിങ്ങൾക്ക് ലഭിക്കും. ജൂലൈ 1 മുതൽ ജൂലൈ 31 വരെയുള്ള കാലയളവിൽ എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുമ്പോൾ ഈ നമ്പർ അവരെ കാണിച്ചാൽ മാത്രം മതിയാകും. പിന്നീട് നമ്മൾ വീടുകളിൽ വെച്ച് വീണ്ടും സെൻസസ് വിവരങ്ങൾ നൽകേണ്ടതില്ല. കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിനും സമയം ലാഭിക്കുന്നതിനുമായിട്ട് ഈ അവസരം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക. സെൻസസ് സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, 2026 കീം എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് പരിശോധിക്കാനും പുതുതായിട്ട് സമർപ്പിക്കാനും അവസരം. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയ ഫലം അത് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ഇതുവരെ മാർക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കാതിരുന്നവർക്കുമാണ് ഈ ഒരു സൗകര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി 23 രാത്രി 11:59 വരെ വിദ്യാർത്ഥികൾക്ക് മാർക്കുകൾ പരിശോധിക്കുന്നതിനും അതോടൊപ്പം തന്നെ പുതുതായിട്ട് നൽകുന്നതിനും സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സ്ത്രീകൾക്കായിട്ടുള്ള വിവിധ വായ്പാ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. നിലവിൽ വിദ്യാഭ്യാസ വായ്പ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. 16 മുതൽ 32 വയസ്സുവരെ പ്രായമുള്ളവർക്കാണ് വിദ്യാഭ്യാസ വായ്പകൾക്ക് അർഹതയുള്ളത്. കൂടാതെ സ്വയം തൊഴിൽ വായ്പകളും പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തന്നെ ആരംഭിക്കുന്നതിനുമുള്ള സാമ്പത്തിക ധനസഹായവും ഇതിലൂടെ ലഭ്യമാണ്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വിതരണം ചെയ്യുന്ന ഈ വായ്പകളുടെ പലിശ നിരക്ക് 3% മുതൽ 6% വരെ മാത്രമാണ്. 3 വർഷം മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയുള്ള ഈ ലോണുകൾ വസ്തുജാമ്യത്തിൻ്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കും അനുവദിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ഉടൻ തന്നെ അവർക്ക് ആധാർ കാർഡ് എടുക്കണമെന്ന് സംസ്ഥാന IT മിഷൻ. നവജാത ശിശുക്കൾക്ക് ഉൾപ്പെടെ ആധാറിന് എൻറോൾ ചെയ്യും. 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് വേളയിൽ ബയോമെട്രിക്സ്, അതായത് വിരലടയാളം, കൃഷ്ണമണി രേഖ എന്നിവ ശേഖരിക്കില്ല. മാതാപിതാക്കളുടെ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചാണ് കുട്ടികൾക്ക് ആധാർ നൽകുന്നത്. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതിയാകും. സമയബന്ധിതമായിട്ട് ആധാർ എടുക്കുന്നത് കുട്ടികൾക്ക് ഭാവിയിൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാനായിട്ട് സഹായകമാകും. കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ, പ്രധാനമായിട്ടും വിരലടയാളം, അതോടൊപ്പം തന്നെ കൃഷ്ണമണി രേഖ, ഫോട്ടോ എന്നിവ നിർബന്ധമായിട്ട് പുതുക്കണം. 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഈ സമയബന്ധിത പുതുക്കൽ സെപ്റ്റംബർ വരെ എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സൗജന്യമായിട്ട് ചെയ്യാവുന്നതാണ്. കൃത്യസമയത്ത് ബയോമെട്രിക്സ് പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായിട്ട് അസാധുവാകാൻ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, അതുപോലെ തന്നെ അഡ്മിഷനുകൾ, ഡിജി ലോക്കർ, ആധാർ, പാൻ കാർഡ് എന്നിവയ്ക്ക് ആധാർ അത്യാവശ്യമാണ്. പുതിയ ആധാർ എടുക്കൽ, ബയോമെട്രിക് പുതുക്കൽ, അതോടൊപ്പം തന്നെ മൊബൈൽ, ഇമെയിൽ മാറ്റലൊക്കെ തുടങ്ങിയ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് അംഗീകൃത ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററുകളിലുമൊക്കെ തന്നെ ലഭ്യമാണ്. പരാതികൾ അറിയിക്കുന്നതിന് സിറ്റിസൺ കോൾ സെൻറ്ററിലോ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് IT മിഷൻ്റെ ആധാർ വിഭാഗത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ് ഇന്നലെ സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചു. ജൂൺ 23 ഇന്ന് ചൊവ്വാഴ്ച സർക്കാർ കടമെടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ പെൻഷൻ വിതരണം സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഇറങ്ങുമെന്നും 24 തീയതിയോടെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും നേരിട്ട് കൈകളിലേക്ക് കൈപ്പറ്റുന്നവർക്ക് ആ രീതിയിലും തുക എത്തിച്ചു നൽകും. യാതൊരുവിധ തടസ്സങ്ങളോ കുടിശ്ശികകളോ വരുത്താതെ തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്യുവാനായിട്ട് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇതുകൂടാതെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സൂചനകളും സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഗ്യാരണ്ടികളിൽ ഒന്നായിട്ടുള്ള ക്ഷേമ പെൻഷൻ വർധനവ് എത്രയും വേഗം തന്നെ നടപ്പിലാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് മുന്നോട്ട് പോകുന്നത്. വളരെ വൈകാതെ തന്നെ ഇതിൽ അന്തിമ തീരുമാനമുണ്ടാകും. നിലവിലെ കർമ്മ പദ്ധതികളിൽ അതീവ പ്രാധാന്യത്തോടെയാണ് ഈ വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെൻഷൻ തുക പടിപടിയായിട്ട് ഉയർത്തുന്നതിന് പകരമായിട്ട് ഒറ്റയടിക്ക് 3000 രൂപയാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ അർഹരായിട്ടുള്ള എല്ലാ സാധാരണക്കാർക്കും പ്രതിമാസം 3000 രൂപ വീതം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതായാലും ജൂൺ മാസത്തെ പെൻഷൻ വിതരണം അത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 26 മുഹറം പ്രമാണിച്ച് പൊതു അവധിയായതിനാൽ തന്നെ അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം അവധിക്ക് ശേഷവും തുടർന്നേക്കാം. എങ്കിലും ജൂൺ 25ഓടെ തന്നെ തുക അക്കൗണ്ടുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മുഹറം അവധിക്ക് ശേഷം, അതായത് ജൂൺ 27, 28 തീയതികളിലായിരിക്കും വീടുകളിലെത്തി കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുക. ജൂലൈ 5ഓടുകൂടി തന്നെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർണ്ണമായിട്ടും സജ്ജമാക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും അതോടൊപ്പം തന്നെ വിധവ, അവിവാഹിത പെൻഷനൊക്കെ തന്നെ വാങ്ങുന്നവർക്കുള്ള രേഖകൾ നൽകാനും ഇനി 10 ദിവസം കൂടിയാണ് സമയമുള്ളത്. എന്നാൽ ഇത് എല്ലാവരും തന്നെ നൽകേണ്ടതില്ല. മാർച്ചിന് മുൻപ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള വിധവ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനൊക്കെ തന്നെ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഇപ്പോൾ അത് നൽകേണ്ടതില്ല. അന്ന് നൽകാൻ കഴിയാത്തവർ മാത്രം ഇപ്പോൾ അത് സമർപ്പിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകിയവരും വീണ്ടും നൽകേണ്ടതില്ല. 2019 ഡിസംബർ 31 മുൻപ് പെൻഷൻ അനുവദിച്ച് കിട്ടിയവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായിട്ടും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ്. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. വെള്ളക്കാർഡിന് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. നീലക്കാർഡിനെ പോലെ തന്നെ അതത് താലൂക്കുകളിലെ സ്റ്റോക്ക് അനുസരിച്ച് വെള്ളക്കാർഡിനും 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭ്യമാണ്. ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂൺ മാസം 30ഓടെ അവസാനിക്കുകയാണ്. റേഷൻ വാങ്ങാൻ ഇനി കേവലം 7 ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അതിനാൽ തന്നെ ഇനിയും ജൂൺ മാസത്തിലെ റേഷൻ കൈപ്പറ്റാത്തവർ എത്രയും വേഗം തന്നെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. 2026 ജൂൺ 22 ഇന്നലെ തിങ്കളാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 40 രൂപ കൂടി 13,430 രൂപയും പവന് 320 രൂപ കൂടി 1,07,440 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.